പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ഒരു പുതിയ ആഴ്ച കൂടെ കർത്താവ് ജീവിതത്തിലേക്ക് തന്നു. നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 30. Genesis chapter 30, it's a breakthrough chapter. ആ അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നടന്ന ചാപ്റ്ററാണ്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നടന്ന ഒരു അധ്യായമാണ് എന്ന് നാം ചിന്തിച്ച് തുടങ്ങുകയുണ്ടായി. അതിനകത്തുനിന്ന് നമ്മൾ റീച്ചലിൻ്റെ കാര്യം, ലേയുടെ കാര്യം ഒക്കെ ചിന്തിച്ചു. ഇനി അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന വ്യക്തി ജേക്കബാണ്. എന്നാൽ അതിനു മുമ്പ് മറ്റ് 2 വ്യക്തികളുടെ കാര്യങ്ങൾ കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബിൽഹയും സിൽപ്പയും. ബിൽഹ റാഹേലിൻ്റെ ദാസിയും സിൽപ്പ ലേയുടെ ദാസിയുമാണ്. വാസ്തവത്തിൽ ഇവർക്ക് ഒരിക്കൽ പോലും ഈ ഇസ്രായേൽ ഗോത്രങ്ങളുടെ അകത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരാകുവാൻ യാതൊരു സാധ്യതകളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അവർ വെറും ദാസിമാർ മാത്രമാണ്. ലേയെ സപ്പോർട്ട് ചെയ്യാൻ, റേച്ചലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രം അവരുടെ ജീവിതത്തിലേക്ക് ലാബാനാൽ കൊടുക്കപ്പെട്ട 2 വ്യക്തി ജീവിതങ്ങളാണ്. അങ്ങനെയുള്ള 2 വ്യക്തി ജീവിതങ്ങൾക്ക് ഒരിക്കലും വെപ്പാട്ടികളാണ്. ഇനി അവർക്കൊരു തലമുറ ജനിച്ചാൽ പോലും അവരെ ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഗോത്രമായിട്ട് കൗണ്ട് ചെയ്യത്തക്കവണ്ണം അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് കഴിയത്തില്ല. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് അവരിലൂടെ ജനിച്ച മക്കളെയും കൂടെ ദൈവം ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരായി ആ 12 ഗോത്രങ്ങളിൽ ഉൾപ്പെടുത്തി അവരുടെ മക്കളെയും കൂടെ ദൈവം തീർക്കുകയാണ്. യാക്കോബിലൂടെ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. ഓർക്കുക, അബ്രഹാമിനിലൂടെ ജനിച്ച ഇസ്മായേലിനെ പോലും, അബ്രഹാമിന് കെതൂറയിൽ നിന്ന് ജനിച്ച ഒരൊറ്റ മക്കളെയും ദൈവം തിരഞ്ഞെടുക്കാതിരിക്കുമ്പോൾ ഇവരെ 2 പേരെയും ദൈവം അതിന് അനുവദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ അധ്യായം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ ചാപ്റ്റർ. ഇത് ഒരു ഈ അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു വിടുതൽ നടക്കുന്നത്, ഒരു ബ്രേക്ക് ത്രൂ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത്. ഈ 2 വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം എന്ത് മനസ്സിലാക്കണം? നമ്മുടെ അയോഗ്യതകളൊന്നും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് തടസ്സമല്ല. നമ്മുടെ അയോഗ്യതകൾ നോക്കാതെ നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ബിൽഹയോട് ചോദിച്ചാൽ, സിൽപ്പയോട് ചോദിച്ചാൽ അവർക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ ഓർക്കുക, ഇതിനകത്ത് പെട്ടെന്ന് നമ്മളോട് ആരോടെങ്കിലും ബിൽഹയുടെ മക്കൾ ആരായിരുന്നു, സിൽപ്പയുടെ മക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയില്ല. കാരണം നമ്മൾ ഇവരെയും എല്ലാവരെയും റീച്ചലിൻ്റെയും ലേയുടെയും മക്കളായിട്ടാണ് കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം
ഒരു വ്യത്യാസവും കൂടാതെ മറ്റു തലമുറകളോടൊപ്പം ഈ തലമുറയും കൂടെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇടയാക്കി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ സ്ഥാനങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ദാസിമാരാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ദാസിമാരെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയ്ക്കത്ര സ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെ പോലും ദൈവം ഇത്രമാത്രം യാക്കോബിനോട്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയോട് ചേർന്ന് നിന്നു എന്നുള്ള കാരണം കൊണ്ട് ഇത്രയും അനുഗ്രഹിച്ചു എങ്കിൽ, യേശു ക്രിസ്തുവിനോട് പറ്റി നിൽക്കുന്ന എന്നെയും നിങ്ങളെയും എത്രമാത്രം അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി യാക്കോബാണ്. 25 വാക്യം, ജെനസിസ് ചാപ്റ്റർ 30 വേഴ്സ് 25. 25 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: റാഹേൽ ജോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം. ഞാൻ പോകട്ടെ, ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഓർത്തു നോക്കിക്കേ, കുറേ വർഷങ്ങളായി 2 ഭാര്യമാർക്കും വേണ്ടി താൻ ഇവിടെ അധ്വാനിക്കുന്നു. ഏകദേശം 20 വർഷത്തോളമാകുന്നു. ഇത്രയും കാലം ഇവിടെ നിന്നിട്ടും ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് തൻ്റെ പിതൃദേശത്തേക്ക്, തൻ്റെ ദേശത്തേക്ക്, തൻ്റെ വാഗ്ദത്ത ദേശത്തേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത ഇദ്ദേഹത്തിന് വന്നില്ല. പക്ഷേ ജോസഫ് ജനിച്ചപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് തൻ്റെ വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള, പിതൃദേശത്തെക്കുറിച്ചുള്ള ചിന്ത ഉള്ളിൽ വരികയാണ്. ജോസഫ് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. യേശു ക്രിസ്തുവും ജോസഫുമായിട്ടുള്ള ആ കമ്പാരിസൺ നമ്മൾ അല്പം കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ജോസഫ് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഒത്തിരി കാര്യങ്ങൾ വെച്ച് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. ജോസഫിനെ സഹോദരന്മാർ വിറ്റുകളഞ്ഞു. യേശു ക്രിസ്തുവിനെയും 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. ജോസഫ് ഈ സഹോദരന്മാരെ മീറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അവിടെ സഹോദരന്മാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ജോസഫിൻ്റെ തൊട്ടടുത്ത് ഒരു ജാതീയ സ്ത്രീ, അവൻ്റെ ഭാര്യ ഇരിപ്പുണ്ട്. ഈ സഹോദരന്മാരെല്ലാവരും ജോസഫിനെ കാണുമ്പോൾ കാണുന്നത്, ആ പ്രതാപത്തോടുകൂടി ജോസഫിനെ കാണുമ്പോൾ ഒരു ജാതീയ സ്ത്രീയാകുന്ന തൻ്റെ ഭാര്യയോടൊപ്പമാണ് കാണുന്നത്. ഇതുപോലെ യേശുവിൻ്റെ സഹോദരന്മാരായ യഹൂദന്മാർ യേശുവിനെ അവൻ്റെ പൂർണ്ണ മഹത്വത്തിൽ കാണുന്ന ഒരു ദിവസമുണ്ട്. ആ കാണുന്ന നാളിൽ ജാതികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സഭയാകുന്ന മണവാട്ടി ആകുന്ന നാം അവനോടൊപ്പം കാണും. ഇങ്ങനെ പല കാര്യങ്ങൾ, ഞാൻ കമ്പാരിസൺ ഇപ്പോൾ ഞാൻ എല്ലാം കൗണ്ട് ചെയ്ത് പറയുന്നില്ല. ഏകദേശം 30ഓളം കമ്പാരിസൺ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജോസഫിനെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ ഈ യേശു
ഒരുവൻ്റെ ജീവിതത്തിൽ ജനിച്ചു കഴിയുമ്പോൾ, ഒരുവൻ്റെ ഹൃദയത്തിൽ ജനിച്ചു കഴിയുമ്പോൾ പിന്നെ അവന് സംഭവിക്കുന്ന കാര്യം, അതുവരെ അവന് ചിന്തയില്ലാത്ത ഒരു അക്കരെ നാടിനെക്കുറിച്ച്, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച്. ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. സ്തോത്രം. അപ്പോൾ നമ്മുടെ ആ പിതൃദേശത്തെക്കുറിച്ച്, നാം ഇവിടുത്തുകാരല്ല എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നത് വീണ്ടും ജനനം പ്രാപിക്കുന്നതോടുകൂടിയാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിക്കുന്നതോടുകൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നടക്കുന്ന അധ്യായമാണിത്. യാക്കോബിൻ്റെ ജീവിതം ആകെ മാറി മറിയുകയാണ്. അതുവരെ ഇല്ലാത്ത ആ ഒരു ചിന്ത, പുറപ്പാടിനെ കുറിച്ചുള്ള ചിന്ത, തൻ്റെ ദേശത്തെക്കുറിച്ചുള്ള ചിന്ത. താഴെ നോക്കിക്കേ, ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യ മക്കൾ. ഇതുവരെ ഇദ്ദേഹം റിവാർഡിനെ കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല, എങ്ങും പറയുന്നേയില്ല. സ്തോത്രം. വെറുതെ സേവിക്കേണ്ടുന്ന കാര്യമില്ല എന്നൊക്കെ ലാബാൻ ആദ്യം പറയുന്നുണ്ട് എങ്കിൽ പോലും പിന്നീട് എങ്ങും പ്രതിഫലത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ജോസഫിൻ്റെ ജനനത്തോടുകൂടി ഇദ്ദേഹം പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിക്കുന്നതോടുകൂടിയാണ് നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കയറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുവരെയും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഹല്ലേലൂയ. വേഴ്സ് 26 ആണ് ഞാൻ വായിച്ചത്. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യയും മക്കളെയും എനിക്ക് തരണം. ആ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആ ഒരു റിവാർഡിനെ കുറിച്ചുള്ള ചിന്ത ആ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടിയാണ് നമുക്ക് ഉള്ളിൽ വരുന്നത് എന്നോർക്കുക. അപ്പോൾ ലാബാൻ്റെ ഒരു റെസ്പോൺസ് നിങ്ങൾ നോക്കിക്കേ. ഈ കൂട്ടത്തിൽ ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഒരു ദൈവവുമായിട്ടൊരു കവനൻറ്റിലെത്തിയ, ഒരു ഉടമ്പടിയിലെത്തിയ ഒരു വ്യക്തി ജീവിതം ഒരിടത്ത് ചെന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അടുത്ത ചില വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം, ഈ ദൂത് കേൾക്കുന്ന നാം ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ വന്നവരാണെങ്കിൽ, നമ്മെക്കുറിച്ച് നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളെ വിവാഹം കഴിച്ചയച്ച ഭവനത്തിനകത്ത്, നാം ബന്ധപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്കകത്ത് അവർ നമ്മെക്കുറിച്ച് ഇത് പറയുമോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ലാബാൻ പറയുകയാണ്, വേഴ്സ് 27, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു. ലാബാന്റെ ആ ബോധ്യം ചിന്തിച്ചേ. കാരണം 30-ാം വാക്യത്തിൽ യാക്കോബ് തന്നെ പറയുന്നു, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ വർധനവ് യാക്കോബ് നിമിത്തം യഹോവയെ അനുഗ്രഹിച്ചതാണെന്ന് ലാബാന് വരെ വ്യക്തമാകുന്ന വിധത്തിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. നാമും നമ്മെ അയച്ച ഭവനങ്ങളിൽ, നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്ത്, നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ദൈവം നമ്മെ കൊണ്ടു നട്ട ദൈവസഭയ്ക്കകത്ത്, നമ്മുടെ ഈ പരദേശ പ്രയാണത്തിനിടയിൽ നാം എവിടെയെല്ലാം ചെന്ന് എത്തിയിരിക്കുന്നു, ആ ഓരോ ഇടത്തും ഇതുപോലെ നീ വന്നത് നിമിത്തം, എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ദൈവസഭയിൽ ഇത്രയും വലിയ അനുഗ്രഹം ഉണ്ടായി എന്ന് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ പറയാൻ കഴിയും.
ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായിരിക്കണം. ഞാൻ നിമിത്തം, ഞാൻ അങ്ങയെ സേവിക്കുന്നത് നിമിത്തം എൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ബന്ധുമിത്രാദികൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ പിതൃഭവനം അനുഗ്രഹിക്കപ്പെടണം. മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയണം. നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമ്മളെ നോക്കി പറയുവാൻ, നീ ഒരു ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും അനുഗ്രഹമെന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രതിഫലമൊക്കെ പറഞ്ഞ് ഒക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവാകുന്ന ജോസഫിൻ്റെ ജനനത്തോടു കൂടിയാണ് പിതൃദേശത്തേക്കുള്ള ചിന്ത, പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഒക്കെ യാക്കോബിൻ്റെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുവരെ രാവിലെ എഴുന്നേൽക്കും, ആടുകളെ മേയ്ക്കും, മടങ്ങി വീട്ടിൽ വരും, ഇത്രയൊക്കെ ഉള്ളൂ. ഒരു വ്യക്തമായ ഒരു ലക്ഷ്യം അതൊന്നും യാക്കോബിൻ്റെ ജീവിതത്തിലില്ല. പക്ഷെ അന്ന് മുതൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ 35-ാം വാക്യം ശ്രദ്ധിച്ച്, അന്ന് തന്നെ അവൻ വരയും മറുകുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുകുമുള്ള പെൺകോടാടുകളെയും ഒക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരു വേർതിരിവ്, ലാബാൻ്റേത് വേറെ, എൻ്റേത് വേറെ. അതായത് ഈ ഭൂമിയിലെ സമ്പാദ്യങ്ങൾ വേറെ, സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ വേറെ. എല്ലാത്തിനും ഒരു വ്യക്തത, എല്ലാത്തിനും ഒരു വ്യക്തത. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊന്ന് സെപ്പറേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം. അപ്പോഴും യാക്കോബ് ലാബാന്റെ ആടുകളെ മേയ്ക്കുന്നുണ്ട്, പക്ഷേ യാക്കോബിൻ്റെ ആടുകളെ തൻ്റെ പുത്രന്മാർ മേയ്ക്കുകയാണ്. എ വെരി ക്ലിയർ സെപ്പറേഷൻ. പിന്നീടൊരു മിക്സിങ് അപ്പ് ഇല്ല. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചില വേർപാടുകൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള, അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചു കഴിയുമ്പോൾ വരേണ്ടുന്ന വളരെ വ്യക്തമായിട്ടുള്ള ആ സെപ്പറേഷൻസ് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇദ്ദേഹം എന്നാണ് ഒരു സ്വപ്നം ഇതിനു മുമ്പ് കണ്ടത്? ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരു സ്വപ്നം കാണുന്നത് കുറേ അധ്യായങ്ങൾക്ക് മുമ്പെയാണ് അല്ലേ? താൻ ലാബാന്റെ ഭവനത്തിലേക്ക് വന്നു കയറുന്നതിന് മുമ്പ് ബഥേലിൽ വെച്ചൊരു സ്വപ്നം കണ്ടതാണ്. പിന്നെ ഇദ്ദേഹം ഒരു സ്വപ്നങ്ങളും കണ്ടതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഒരു സ്വപ്നങ്ങളും കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ജോസഫ് ജീവിതത്തിൽ ജനിച്ചതോടുകൂടി തൻ്റെ അകത്തെ കണ്ണ് വീണ്ടും തുറക്കപ്പെടുകയാണ്. താനിവിടെ സ്വപ്നം കാണുന്നു. സ്തോത്രം. തനിക്ക് ദൈവം കൊടുത്ത ആ ദർശനം 37-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട്, 31-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലാണ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നത്. 31:11 പറയുന്നത്, ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു, ഞാനിതാ എന്ന് പറഞ്ഞു, നീ തലപൊക്കി നോക്കുക എന്ന് പറഞ്ഞ് ഈ യാക്കോബ് ഇവിടെ വൃക്ഷത്തിൻ്റെയും പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞ വൃക്ഷത്തിൻ്റെയും ഒക്കെ പച്ചക്കൊമ്പുകളെ എടുത്ത് ഇങ്ങനെ സ്ട്രൈപ്സ് ഉണ്ടാക്കി ഈ ആടുകൾ വെള്ളം കുടിക്കുവാനായിട്ട് വരുമ്പോൾ അതിൻ്റെ പാത്തികളിലൊക്കെ വെച്ചതിൻ്റെ റീസൺ താൻ സ്വപ്നത്തിൽ
ദൂതൻ തന്നോട് അരുളി ചെയ്ത, തന്നോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ നടന്നത്. സ്തോത്രം. അപ്പോൾ ജോസഫ് ജീവിതത്തിൽ ജനിച്ചതോടുകൂടി യേശുക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിൽ ജനിക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു കണ്ണ് തുറക്കപ്പെടുകയാണ്. കുറച്ചുകൂടി ആഴമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണുവാനായിട്ടുള്ള, മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു മറ്റൊരു തലത്തിലേക്ക് നാം ഉയർത്തപ്പെടുകയാണ്. സ്തോത്രം. 43 വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 20 വർഷങ്ങൾ കഴിയുമ്പോൾ താൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് പോവുകയാണ്. താൻ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ മഹാസമ്പന്നനാക്കി മാറ്റി. ഇത് ഈ 14 വർഷങ്ങൾ ലാബാനെ സേവിച്ചപ്പോഴും, ബാക്കി മക്കളെല്ലാവരും ജനിക്കുമ്പോഴും, 9 മക്കൾ ജനിച്ചിട്ടും തനിക്കില്ലാതിരുന്ന ചിന്ത, തനിക്കില്ലാതിരുന്ന അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുന്ന ജോസഫ് ജനിച്ചതോടുകൂടി തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ റിസൾട്ടാണ് നമുക്ക് വേഴ്സ് 43 കാണാനായിട്ട് പറ്റുന്നത്. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ നടക്കണമെങ്കിൽ അത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് മാത്രമേ നടക്കൂ എന്നുള്ള ഒരു കാര്യം നാം ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, അക്കരെ നാടിനെക്കുറിച്ചുള്ള, പിതൃഭവനത്തെക്കുറിച്ചുള്ള, പുറപ്പാടിനെക്കുറിച്ചുള്ള, പ്രതിഫലത്തെക്കുറിച്ചുള്ള ഒക്കെയുള്ള ഒരു ചിന്ത, സെപ്പറേറ്റ് ചെയ്യേണ്ടതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൃപ, അങ്ങിൽ നിന്ന് കണ്ടും പ്രാപിച്ചും കേട്ടും ഗ്രഹിച്ചും ഒക്കെ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആ പൂർത്തിയിലേക്ക് വരാനുള്ള ഒരു കൃപ ദൈവമേ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അധ്യായത്തിൽ റേച്ചലിൻ്റെ ജീവിതത്തിൽ, ലേയുടെ ജീവിതത്തിൽ, സിൽപ്പയുടെയും ബിൽഹയുടെയും ജീവിതത്തിൽ, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒക്കെ നടന്ന ആ വലിയ ബ്രേക്ക് ത്രൂ എക്സ്പീരിയൻസ് കർത്താവേ ഞങ്ങളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ അങ്ങ് തരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.